അസിം മുനീർ ആവശ്യപ്പെട്ടിട്ടും വഴങ്ങാതെ ട്രംപ്. തീക്കളി വേണ്ടെന്ന് ഇറാൻ. പശ്ചിമേഷ്യയിൽ സമാധാനം അകലെയാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. പാകിസ്ഥാനിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്കുള്ള എല്ലാ നീക്കങ്ങളും സജീവമാണ്. 6 അമേരിക്കൻ വിമാനങ്ങൾ ഇതിനകം പാകിസ്ഥാനിലേക്ക് എത്തി എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇറാന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള പ്രതികരണവുമില്ല. ഉപരോധം പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ല എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. പരിശോധിക്കാം പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളിൽ അനിശ്ചിതത്വം തുടരുന്നു. ഭീഷണി തള്ളി ഇറാൻ. അമേരിക്കയുമായി ചർച്ചയ്ക്കില്ല. ചെങ്കടൽ തീരത്തെ സൗദിയുടെ യാംബു തുറമുഖത്തിന് മുന്നറിയിപ്പ്. ഹോർമുസിന് പുറത്തെ തുറമുഖങ്ങളും യുദ്ധമുഖമായി മാറ്റുമെന്ന് ഇറാൻ. വെടിനിർത്തൽ സമയം തീർന്നാൽ നിരവധി ബോംബുകൾ പൊട്ടാൻ തുടങ്ങുമെന്ന് ട്രംപ്. ഹോർമുസ് ഉപരോധത്തിൽ നിന്ന് പിന്മാറ്റമില്ല. ഉപരോധം ഇറാനെ ഇല്ലാതാക്കുന്നു. പ്രതിദിനം $50 കോടി നഷ്ടം. സമാധാന കരാറിന് തയ്യാറാകണം. യുദ്ധത്തിൽ അമേരിക്ക വിജയിക്കുമെന്നും ട്രംപിന്റെ അവകാശവാദം. ചർച്ച നടത്തിയെടുക്കാൻ പാകിസ്ഥാന്റെ തിരക്കിട്ട ശ്രമങ്ങൾ. പാക് പ്രധാനമന്ത്രിയും ഇറാൻ പ്രസിഡന്റും സംസാരിച്ചു. അസിം മുനീർ ട്രംപിനെ വിളിച്ചു. ഹോർമുസിലെ നാവിക ഉപരോധം കുരുക്കാകുമെന്ന് പാകിസ്ഥാൻ. ചർച്ചയ്ക്കായുള്ള അമേരിക്കൻ സംഘം പാകിസ്ഥാനിൽ. കനത്ത സുരക്ഷയിൽ രാജ്യം. This blockade of Iranian port will be enforced and applies to all vessels regardless of flag. Any vessel that further intends to enter or exit an Iranian port will be subject to the right of visit and search in accordance with international law. If you attempt to run the blockade, we will compel compliance with force. Over. നാവിക ഉപരോധം തുടരുന്നതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പുതിയ വീഡിയോ പുറത്തുവിട്ടു. ഹോർമുസിൽ 27 കപ്പലുകളെ തിരിച്ചുവിട്ടെന്ന് അമേരിക്ക. വൻ ഭീകര ശൃംഖല തകർത്ത UAE. പിടിയിലായത് ഇറാൻ ബന്ധമുള്ള സംഘാംഗങ്ങൾ. ഭീകരാക്രമണങ്ങൾക്കും അട്ടിമറി പ്രവർത്തനങ്ങൾക്കും പദ്ധതിയിട്ടിരുന്നു. ജാഗ്രതയിൽ രാജ്യം. യോഗി ആദിത്യനാഥിനെ കളിയാക്കി മഹുവ മൊയ്ത്ര. ആദിത്യനാഥിന് ബുൾഡോസർ ബുദ്ധി എന്ന് തൃണമൂൽ MP. പരിഹാസം. സുഭാഷ് ചന്ദ്രബോസിന്റെ ഉദ്ധരണി സ്വാമി വിവേകാനന്ദന്റെ എന്ന പ്രസ്താവനയിൽ. നരേന്ദ്രമോദിയുടെ ജാൽമൂരി വീഡിയോയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ 10 കോടി വ്യൂസ്. നേരത്തെ തയ്യാറാക്കിയ പദ്ധതിയെന്ന് മമത. മോദിയുടെ പണമിടപാട് രീതിയെയും പരിഹസിച്ച് ബംഗാൾ മുഖ്യമന്ത്രി. TCS ലൈംഗിക പീഡന മതപരിവർത്തന ആരോപണങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സഹപ്രവർത്തകർ നിരന്തരം ഉപദ്രവിച്ചിരുന്ന യുവതി നവദമ്പതിയായ തന്നെ മോശം വിളിപ്പേരുകൾ ഉപയോഗിച്ച് അപമാനിച്ചു. ഹിന്ദു ദൈവങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചുവെന്നും യുവതിയുടെ പരാതി. ശരീരത്തിൽ സ്പർശിച്ചുവെന്നും യുവതി. ഉഷ്ണതരംഗത്തിൽ വലഞ്ഞു കേരളം. വേനൽ മഴയും ആശ്വാസമില്ല. വൈദ്യുതി ഉപയോഗം കുത്തനെ ഉയർന്നു. ഡാമുകളിൽ ജലനിരപ്പ് താഴേക്ക്. അവശേഷിക്കുന്നത് ആകെ സംഭരണശേഷിയുടെ 34% മാത്രം വെള്ളം. നീതി തേടി നിതിൻ രാജിന്റെ കുടുംബം. അച്ഛനും ബന്ധുക്കളും ഇന്ന് കണ്ണൂരിൽ. മാനേജ്മെന്റ് പ്രതിനിധികളെ കാണും. പ്രിൻസിപ്പലിനെയും പ്രതിയേർക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച ബന്ധുക്കൾ. ലോൺ ആപ്പ് പ്രതികളുടെ കസ്റ്റഡി ആവശ്യപ്പെടുന്ന ഹർജി ഇന്ന് പരിഗണിക്കും. പ്രതികളായ അധ്യാപകരുടെ മുൻകൂർ ജാമ്യ ഹർജി നാളെ. തമിഴ്നാട്ടിൽ ഇന്ന് കൊട്ടിക്കലാശം. ആവേശമുയർത്തി അവസാന ദിവസത്തെ പ്രചാരണം. ഭരണ തുടർച്ച പ്രതീക്ഷിച്ച DMK. വെല്ലുവിളി ഉയർത്താൻ വിജയുടെ TVK. ആവേശമുയർത്തി കോൺഗ്രസും BJPയും. വിനോദനഗർ പടക്കശാല ദുരന്തത്തിൽ മരിച്ച 14 പേരുടെ സംസ്കാരം ഇന്ന്. ധനസഹായത്തിൽ തീരുമാനമായില്ല. 8 മൃതദേഹങ്ങൾ മോർച്ചറിയിൽ. 22 പേർ ചികിത്സയിൽ. പടക്കശാല ഉടമകളെ കണ്ടെത്താനാകാതെ പോലീസ്. പിണറായി വിജയന്റെ മകന്റെ ഗുരുവായൂർ സന്ദർശനത്തിൽ വിവാദം. ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ കയ്യേറ്റം ചെയ്തു. മൊബൈലിൽ പകർത്തിയവരോട് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. വിവേകിനെത്തിയത് കുടുംബസമേതം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഭീഷണി തള്ളുകയാണ്. ട്രംപിന്റെ ഭീഷണി പൂർണ്ണമായും തള്ളുകയാണ് ഇറാൻ. അമേരിക്കയുമായി യാതൊരു വിധത്തിലുള്ള ചർച്ചയുമില്ല.
ആദ്യം നിങ്ങൾ ഉപരോധം പിൻവലിക്കൂ എന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഹോർമുസ് പൂർണ്ണമായും തങ്ങൾക്കായി വിട്ടുതരണം. തങ്ങളുടെ ഭാഗത്തേക്കും തങ്ങളുടെ രാജ്യത്തു നിന്നും പോകുന്ന കപ്പലുകളിൽ നിയന്ത്രണം പാടില്ല എന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. ഇത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്ന് അസന്നിഗ്ധമായി ഇറാൻ പ്രഖ്യാപിക്കുകയാണ്. ഒപ്പം ചെങ്കടൽ തീരത്തെ സൗദിയുടെ യാംബു തുറമുഖം ഉൾപ്പെടെ ഹോർമുസിന് പുറത്തുള്ള തുറമുഖങ്ങളും യുദ്ധമുഖമായി മാറ്റുമെന്നാണ് ഇറാന്റെ പുതിയ ഭീഷണി. ഇറാന്റെ കീഴടങ്ങൽ പ്രതീക്ഷിക്കേണ്ട എന്ന് അമേരിക്കയ്ക്ക് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം അടുത്ത ഘട്ട ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിൽ എത്തും എന്ന് ട്രംപ് പറയുന്ന പശ്ചാത്തലമുണ്ട്. ഇറാൻ ഇതിനോട് അനുകൂലമായി പ്രതികരിക്കാത്ത സാഹചര്യമാണ്. ഇറാന്റെ കപ്പലുകൾക്ക് അമേരിക്കൻ നാവിക ഉപരോധം ഏർപ്പെടുത്തിയതും ഒപ്പം അമേരിക്കയുടെ ഇറാന്റെ കപ്പലിനെ പിടിച്ചെടുത്തതുമാണ് ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ കപ്പൽ പിടിച്ചെടുത്തതിന് പിന്നാലെ ഉടനടി തിരിച്ചടിക്ക് തങ്ങൾ സജ്ജമായിരുന്നു. പക്ഷേ ജീവനക്കാരും കുടുംബങ്ങളും കപ്പലിലുള്ളതിനാൽ ഒഴിവാക്കിയെന്നാണ് ഇറാന്റെ സേനയെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കപ്പൽ ആക്രമിച്ചതിന് ഉടൻ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത് വലിയ ഗുരുതരമായ സാഹചര്യം ആ മേഖലയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതായാലും നാവിക ഉപരോധം നീക്കണം എന്ന ആവശ്യത്തിൽ നിന്ന് ഒട്ടും പിറകോട്ടില്ല ഇറാൻ. അതായത് ഇസ്ലാമാബാദിലെ ചർച്ചകൾക്ക് തങ്ങൾ പ്രതിനിധികളെ അയക്കില്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്. ഇറാന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഇപ്പോൾ ചൈനീസ് പ്രസിഡന്റ് അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട പശ്ചാത്തലമുണ്ട്. സൗദിയുമായി പാകിസ്ഥാൻ സംസാരിക്കുന്നുണ്ട്, ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു തരത്തിലും വഴങ്ങില്ല എന്ന ഇറാന്റെ നിലപാട് അത് അസന്നിഗ്ധമായി ശക്തമായി അവർ വ്യക്തമാക്കുകയാണ്. എന്ത് പ്രതീക്ഷിക്കണം വരും മണിക്കൂറുകളിൽ? യുദ്ധം തുടങ്ങാൻ അല്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. രഞ്ജിത്ത്, നിലവിൽ ഇറാനും അതുപോലെ തന്നെ US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് ഒട്ടും തന്നെ പിന്നോട്ട് പോകുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ ചർച്ചകൾ എങ്ങനെ എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയധികം അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ നേരത്തെ ഇറാൻ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി തുറന്നുകൊണ്ട് ഉത്തരവിറക്കിയത് തന്നെ ഇറാനിലുള്ള മുതിർന്ന പല ഭരണാധികാരികൾക്കും എതിർപ്പുണ്ടായിരുന്നു എന്നാണ് വിവരം. ഈ US ഉപരോധം അവസാനിപ്പിക്കാതായതോടെ ഇറാൻ അത്തരത്തിൽ തങ്ങളുടെ നിലപാട് അത് കൂടുതൽ കടുപ്പിക്കുകയായിരുന്നു. മറ്റ് ബാഹ്യ സമ്മർദ്ദങ്ങൾക്കൊന്നും തന്നെ വഴങ്ങാതെ ഈ US ഉപരോധത്തിൽ നിന്ന് ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെയുള്ള നിലപാടാണ് ഇറാൻ പിന്നീട് സ്വീകരിച്ചത്. അങ്ങനെയാണ് അവർ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായി അടയ്ക്കുകയും ഇപ്പോൾ നിലവിലുള്ള US ഉപരോധം അവസാനിപ്പിച്ചാൽ മാത്രമേ തങ്ങളൊരു ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ നിലപാടിൽ നിന്ന് അവർ ഒട്ടും തന്നെ പിന്നോട്ട് പോയിട്ടില്ല. ഇറാന്റെ കീഴടങ്ങൽ പ്രതീക്ഷിക്കേണ്ട എന്നാണ് പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കുന്നത്. അതുപോലെ ഭീഷണിയുടെ നിഴലിൽ ചർച്ചകൾ നടക്കില്ല എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ചർച്ചയുടെ വേദി ഒരു കീഴടങ്ങലിന്റെ വേദിയാക്കി മാറ്റാനുമാണ് അമേരിക്കയുടെ ശ്രമമെന്നാണ് അവരുടെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് അറിയിക്കുന്നത്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും തങ്ങളുടെ നിലപാട് ഇറാനിൽ വ്യക്തമാക്കി കഴിഞ്ഞു. എല്ലാവരും ശക്തമായി തന്നെ US ഉപരോധം പിൻവലിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പലതരം അനുനയ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇറാൻ തങ്ങളുടെ നിലപാടിൽ നിന്ന് ഒട്ടും വ്യതിചലിച്ചിട്ടില്ല, ഒട്ടും തന്നെ പിന്നോട്ട് പോയിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഈ ഹോർമുസ് തുറക്കണം എന്നുള്ള വിഷയത്തിൽ പല മുതിർന്ന നേതാക്കളും അഭിപ്രായ ഭിന്നത പ്രകടിപ്പിക്കാൻ കാരണവും US-ന്റെ ഈ നിലപാട് തന്നെയാണ്. എന്തായാലും ട്രംപിന്റെ ഈ കടുംപിടുത്തം, അതായത് ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറന്നാലും US ഉപരോധം അവസാനിപ്പിക്കില്ല, ഇറാൻ ഒരു കരാറിന് തയ്യാറായാൽ മാത്രമേ ഈ ഉപരോധം അവസാനിപ്പിക്കൂ എന്നുള്ള ട്രംപിന്റെ കടുംപിടുത്തം അത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കി എന്ന് വേണം നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും നിലവിൽ ചർച്ചകൾക്ക് ഇറാനിയൻ പ്രതിനിധികളെ ഒന്നും തന്നെ പാകിസ്ഥാനിലേക്ക് അയച്ചിട്ടില്ല. പക്ഷേ ട്രംപ് വീണ്ടും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇറാൻ പ്രതിനിധികളെ അയക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ട്രംപ് നിരന്തരം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാൻ ഇതുവരെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷം വരെ ഇറാൻ പ്രതിനിധികളെ പാകിസ്ഥാനിലേക്ക് അയച്ചിട്ടില്ല. അതേസമയം US പ്രതിനിധികൾ JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് യാത്ര തിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതാണ് നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയുടെ 6 വിമാനങ്ങൾ ഇതിനുള്ള മുമ്പിലുള്ള തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലെത്തിയ സാഹചര്യമൊക്കെ ഉണ്ട്. ചർച്ച നടക്കുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക. പക്ഷേ ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പായി പുറത്തു വരുന്നത് ട്രംപിനോട് അസിം മുനീർ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അസിം മുനീറിനോടും ഒരു ബിഗ് നോയാണ്
ഉപരോധം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപ് പറഞ്ഞത് എന്ന് വ്യക്തമാകുന്നുണ്ട്. യുദ്ധം അവസാനിക്കാൻ അല്ലെങ്കിൽ യുദ്ധം ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി എന്നും കൂടുതൽ ബോംബുകൾ പ്രതീക്ഷിക്കണം നിങ്ങൾ ഇറാനിൽ എന്നും അസീം മുനീറിനെ ട്രംപ് അറിയിച്ചു എന്നാണ് വിവരം. ഉപരോധം ഇറാനെ ഇല്ലാതാക്കുന്നു എന്നുള്ള ആക്ഷേപവും ട്രംപ് ഉന്നയിക്കുന്നുണ്ട്. പ്രതിദിനം $50 കോടി ഇറാന് ഉപരോധവുമായി ബന്ധപ്പെട്ട നഷ്ടമുണ്ടാകുന്നത്. സമാധാന കരാറിന് തയ്യാറാകണം, അതുവരെ ഉപരോധം ഉണ്ടാകും. അതായത് ഉപരോധം ആദ്യം കരാർ, പിന്നീട് ഉപരോധം പിൻവലിക്കാം. ഇറാന്റെ ന്യായമെന്ന് പറഞ്ഞാൽ ആദ്യം ഉപരോധം പിൻവലിക്കൂ, പിന്നെ കരാറിലേക്ക് എത്താം. അങ്ങനെ ഒരു തരത്തിലും ആരും വഴങ്ങാത്ത പശ്ചാത്തലം. അമേരിക്ക യുദ്ധം ജയിക്കുമെന്ന് ട്രംപ് ആവർത്തിക്കുന്നു. വെടിനിർത്തൽ കരാർ ചൊവ്വാഴ്ച വൈകിട്ടത്തോടെ ഇന്ന് അവസാനിക്കാനിരിക്കെ കടുത്ത മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കരാറിലെത്താതെ വെടിനിർത്തൽ സമയം തീർന്നാൽ നിരവധി ബോംബുകൾ പൊട്ടാൻ തുടങ്ങുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ കാലാവധി കഴിഞ്ഞാൽ എന്തു സംഭവിക്കുമെന്ന ചോദ്യത്തിന് ഈ ഒരു മറുപടി പറയുകയായിരുന്നു. ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ പാടില്ല, അതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല. ഒപ്പം ചർച്ചകളിൽ ഇറാൻ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ടെങ്കിലും തൻ്റെ സംഘത്തെ അയക്കുമെന്നും ട്രംപ് ഉറപ്പിച്ച് പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അജയ് സുധാ ബിജു, കൂടുതൽ ബോംബുകൾ പൊട്ടും എന്ന് ട്രംപ് പറഞ്ഞു വെക്കുന്നു. ആണവ ആയുധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാശി തുടരുകയും ചെയ്യുകയാണ് ട്രംപ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അമേരിക്ക ഇത്തരത്തിൽ ഈ കടുംപിടുത്തങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത്. അതായത് ഈ ഇറാൻ ഒട്ടും തന്നെ ഈ ഹോർമുസ് കടലിടുക്കിലുള്ള അമേരിക്കൻ ഉപരോധം അവസാനിപ്പിക്കാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ലെന്നാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ അവരുടെ വിദേശകാര്യമന്ത്രിയോടും എല്ലാം അറിയിച്ചിരുന്നത്. ഈ ഒരു ഇറാന്റെ സമ്മർദ്ദം കാരണം പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീർ ഈ വിവരമെല്ലാം US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ ധരിപ്പിച്ചു. പക്ഷേ ട്രംപ് ഒട്ടും തന്നെ ഇതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. പകരം അദ്ദേഹം കൂടുതൽ അവകാശവാദങ്ങളാണ് പാകിസ്ഥാനോട് പറയുകയും അതുപോലെ തന്നെ തൻ്റെ ട്രൂ സോഷ്യൽ വഴി രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തിട്ടുള്ളത്. ഈ യുദ്ധത്തിൽ ഇറാന് വലിയ നഷ്ടമാണ് എന്നതാണ് ട്രംപിൻ്റെ ഒരു അവകാശവാദം. പക്ഷെ നമ്മൾ ഇവിടെ വസ്തുതകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. കാരണം ഇറാൻ ഒരു ഡ്രോൺ നിർമ്മിക്കുന്നതിൻ്റെ ചെലവ് ഇപ്പോൾ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. അതിലെല്ലാം നമ്മുടെ ഇന്ത്യൻ മണിയുടെ മൂല്യം വെച്ച് കണക്കാക്കുകയാണെങ്കിൽ വെറും 25,000 രൂപ വരെയുള്ള ഡ്രോണുകളാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കയുടെ സേനയ്ക്ക് നേരെ അയക്കുന്നത്. പക്ഷേ അമേരിക്ക അത് നിർവീര്യമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മിസൈലിന് തന്നെ മില്യൺ കണക്കിന് ഡോളറിൻ്റെ ചെലവുണ്ട്. അപ്പോൾ ഇത്രയധികം ചെലവ് അമേരിക്ക ഈ യുദ്ധത്തിൽ വഹിക്കുന്നുണ്ട്. ഒരു ദിവസം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം അത് ഇടയ്ക്ക് കണക്കാക്കിയപ്പോൾ ഏതാണ്ട് 3 ലക്ഷം കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായിട്ടുള്ള തുകയാണ് പലപ്പോഴും അമേരിക്ക ഇങ്ങനെ പൊട്ടിച്ച് കളയുന്നത്. ഏതാണ്ട് ഈ ഒരു യുദ്ധം അവസാനിക്കുമ്പോഴേക്കും അമേരിക്കയുടെ ഒരു പൊതുകടം എന്ന് പറയുന്നത് അത് ഏതാണ്ട് 42 ലക്ഷം കോടിയിലേക്ക് എത്തുമെന്നാണ് നിഗമനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധി അമേരിക്കയുടെ മുന്നിലുണ്ട്. എന്നാലും ട്രംപ് ഒട്ടും തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നുമില്ല. ഈ സാഹചര്യത്തിൽ അമേരിക്ക എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് പലരെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ഇപ്പോൾ ഇസ്രയേലി യുദ്ധം തുടരാനുള്ള ഒരു സമ്മർദ്ദം ചെലുത്തിയിട്ടും ഈ സമാധാന നീക്കങ്ങളുമായി മുന്നോട്ട് പോയത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു താല്പര്യം കൂടി കണക്കാക്കിയാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ മധ്യസ്ഥത ഏറ്റെടുത്തത്. ഇതിനു മുൻപേ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരു മധ്യസ്ഥരായത് പാകിസ്ഥാനാണ്. പല അമേരിക്ക തുടങ്ങി വെച്ചിട്ടുള്ള സംഘർഷങ്ങളിലും പാകിസ്ഥാൻ ഒരു മീഡിയേറ്റർ ആയിരുന്നു, പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായിട്ടാണെങ്കിൽ. ഈ ഒരു വിഷയത്തിലും പാകിസ്ഥാനെ മധ്യസ്ഥത അമേരിക്ക വഹിപ്പിച്ച് മുന്നോട്ട് പോയതിൽ ഈ ഇസ്രായേലിൻ്റെ സമ്മതമില്ലാതെ ഈ പെട്ടെന്ന് തന്നെ ഈ യുദ്ധം അവസാനിപ്പിച്ച് തങ്ങളുടെ നഷ്ടം നികത്തുക എന്നൊരു ഉദ്ദേശം അമേരിക്കയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ട്രംപ് നിരന്തരം ഇത്തരം വാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇമേജ് ഉയർത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് നിലവിലുള്ള ഒരു പേരുകേട് അത് നികത്താൻ തന്നെ ആകാം എന്ന് തന്നെയാണ് പലരും അനുമാനിക്കുന്നത്. അതിനിടയിൽ നമുക്കറിയാം ഇറാന്റെ പ്രധാനപ്പെട്ട ആവശ്യം പാകിസ്ഥാന് ഇറാനെ അമേരിക്കയെ ധരിപ്പിച്ചിരിക്കുന്നതും ആണവ നാവിക ഉപരോധം പിൻവലിക്കണമെന്നാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ അനുസരിച്ച്, പുതിയ വീഡിയോ അനുസരിച്ച് നാവിക ഉപരോധം അമേരിക്ക തുടരുന്നു എന്ന് തന്നെയാണ്. സെൻട്രൽ കമാൻഡാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഇതിൽ 27 കപ്പലുകളെ ഇതിനകം തിരിച്ചുവിട്ടു എന്നാണ് സെൻട്രൽ കമാൻഡ് പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. A visit and search in accordance with international law. If you attempt to run the blockade, we will compel compliance with force. Over.
ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹോർമുസിൽ എന്നുള്ളതാണ്. ഹോർമുസിൽ ഇറാനിലേക്ക് വരുന്നതും ഇറാനിൽ നിന്ന് തിരിച്ച് പുറപ്പെടുന്നതുമായ കപ്പലുകളെ പൂർണ്ണമായും അമേരിക്ക തടയുന്ന പശ്ചാത്തലമുണ്ട്. ഇതനുസരിച്ചാണ് 27 എന്ന കണക്കിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അജയ്, ഇപ്പോൾ ഈ ഉപരോധം ഒരിക്കലും പിൻവലിക്കില്ല. ഹോർമുസിൽ വലിയ തോതിലുള്ള അമേരിക്കയുടെ സേനാ സാന്നിധ്യമുണ്ട്. വെടിവെക്കുമെന്നൊക്കെ പറഞ്ഞ മുന്നറിയിപ്പുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ ഇറാന്റെ ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും മറ്റും ചെയ്തത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? ഈ കപ്പലിലും ജീവനക്കാരും കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. അത് തിരിച്ച് പിടിക്കാനുള്ള ശ്രമങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ട്. തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇതടക്കം നിരവധി കപ്പലുകളെ ഇപ്പോഴും ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. ഇറാന്റേതായി പിടിച്ചെടുത്ത ഈ ചരക്ക് കപ്പലിനെ പറ്റി മറ്റ് വിവരങ്ങളൊന്നും അമേരിക്ക ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇത്തരമൊരു കപ്പൽ പിടിച്ചെടുത്തതായിട്ട് തന്റെ ട്രൂ സോഷ്യൽ വഴി അവകാശപ്പെട്ടത്. ഇറാനും ഇക്കാര്യം സ്ഥിരീകരിക്കുകയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട വീഡിയോകളെല്ലാം ഈ കപ്പൽ പിടിച്ചെടുക്കുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങളായിരുന്നു. അതായത് ഈ കപ്പലിന് നേരെ വെടിവെക്കുന്ന ദൃശ്യങ്ങൾ, അതുപോലെ ഈ കപ്പലിലേക്ക് US-ന്റെ സൈനികർ ഇപ്പോൾ ഹെലികോപ്റ്റർ മാർഗം ഇറങ്ങുന്ന ദൃശ്യങ്ങൾ, ഇതെല്ലാമാണ് അവർ പങ്കുവച്ചത്. ഇതിൽ ഈ ഇറാനിയൻ കപ്പലിന്റെ നിരവധി കണ്ടെയ്നറുകളും അതുപോലെ തന്നെ കപ്പലിന്റെ ഉൾവശവും എല്ലാം അവർ പുറത്തുവിട്ട മറ്റ് ദൃശ്യങ്ങൾ കാണാം. പിന്നീട് അമേരിക്ക പുറത്തുവിട്ട മറ്റൊരു ദൃശ്യമാണ് ഇപ്പോൾ നിലവിൽ സ്ക്രീനിൽ കാണുന്നത്. അതായത് അവർ കപ്പലുകളെ തടയുന്ന ദൃശ്യങ്ങൾ. ഈ ഒരു അവരുടെ ഒരു നാവിക സംവിധാനവും അതുപോലെ തന്നെ എയർഫോഴ്സ് സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് കപ്പലുകളെ തടയുന്ന ദൃശ്യങ്ങളാണിത്. ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ ഹെലികോപ്റ്ററിൽ ഇരുന്നു കൊണ്ട് ഒരു മെഷീൻ ഗണ്ണ് കപ്പലിന് നേരെ ചൂണ്ടിക്കൊണ്ട് അതിന് നിർദ്ദേശം കൊടുക്കുകയാണ്. ഇവിടെ US ഉപരോധമുള്ളതാണ്, ഈ ഹോർമുസ് കടക്കാൻ ശ്രമിക്കരുത് എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നത് കാണാം. കഴിഞ്ഞ ദിവസം ട്രംപ് ട്രൂ സോഷ്യൽ വഴി വ്യക്തമാക്കിയത് ഇറാനിയൻ ചരക്ക് കപ്പലിനും ഇത്തരം ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ ഈ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് അവർ ഗൾഫ് ഓഫ് ഒമാൻ വഴി ഹോർമുസ് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് തങ്ങൾ അതിനെ വെടിവെച്ച് എഞ്ചിൻ റൂം ഉൾപ്പെടെ തകർത്ത് അത് പിടിച്ചെടുത്തതെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്തായാലും ഇത്തരത്തിൽ പുതിയ ഈ ഹോർമുസിലെ ഉപരോധത്തിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് അമേരിക്ക പുറത്തുവിടുന്നത്. അല്ലാതെ ഈ കപ്പലിന്റെ വിശദാംശങ്ങൾ അവർ ഇതുവരെ നൽകിയിട്ടില്ല. ഇതിൽ ജീവനക്കാർ ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവരെ യുദ്ധത്തടവുകാരാക്കിയിട്ടുണ്ടോ, ഇവരിപ്പോഴും ഈ പശ്ചിമേഷ്യയിൽ വെച്ച് തന്നെയാണ് പിടികൂടിയത്, ഇവരെ ഇനി ഇവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് എങ്ങാനും കൊണ്ടുപോയോ, അത്തരം വിവരങ്ങളൊന്നും നിലവിൽ ആരും തന്നെ ലഭ്യമാക്കിയിട്ടില്ല. തീർച്ചയായും അതാണ് സാഹചര്യം. ഇതിനിടയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് ഈ മധ്യസ്ഥ ശ്രമത്തിന് വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നാണ്. തിരക്കിട്ട ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ട്. പാക് പ്രധാനമന്ത്രിയും ഇറാൻ പ്രസിഡന്റും തമ്മിലും പാക് ഇറാൻ വിദേശകാര്യ മന്ത്രിമാർ തമ്മിലും പാകിസ്ഥാനിലെ ഇറാൻ അംബാസഡർ വഴിയും പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ ഡൊണാൾഡ് ട്രംപുമായും മറ്റും സംസാരിച്ചതായാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. പക്ഷേ ഇതിലൊന്നും യാതൊരു തരത്തിലും ട്രംപ് വഴങ്ങുന്നില്ല. ഉപരോധവുമായി ബന്ധപ്പെട്ട് ഇറാനും വഴങ്ങുന്നില്ല. ചർച്ചയ്ക്കായി അമേരിക്കൻ സംഘം എത്തുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇറാൻ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല. നാവിക ഉപരോധം കുരുക്കാകുമെന്ന് പാകിസ്ഥാൻ അമേരിക്കയെ ധരിപ്പിച്ചിട്ടുണ്ട്. നാവിക ഉപരോധം തീർക്കാതെ ഇറാൻ ചർച്ചയ്ക്ക് വഴങ്ങില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ചെങ്കടൽ തീരത്തെ സൗദിയുടെ യാംബു തുറമുഖം ഉൾപ്പെടെ ഹോർമുസിന് പുറത്ത് തുറമുഖങ്ങളും യുദ്ധമുഖമായി മാറ്റുമെന്നുള്ള ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാൻ നേതൃത്വത്തിലെ ഭിന്നതകൾ സംബന്ധിച്ചും നിരവധി റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഹോർമുസ് തുറന്നതായി പ്രഖ്യാപനം നടത്തിയ ശേഷം പിന്നീട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുടെ എക്സ് പേജിൽ 2 ദിവസമായി കുറിപ്പുകളില്ല. അതായത് അബ്ബാസ് അരക്ചിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിനെതിരെ പ്രാദേശികമായി വലിയ വികാരം ഉണ്ടായിരുന്നു. യുദ്ധം നടത്തുന്നവരോട് കോംപ്രമൈസ് വേണ്ട എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇറാനിലും സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഏറ്റവും ഒടുവിലത്തെ അവരുടെ നിലപാട് ഒരു തരത്തിലുമുള്ള സമാധാന ശ്രമങ്ങൾക്ക് വഴങ്ങില്ല എന്നാണ്. അത് കൃത്യമായ നിർദ്ദേശം ലഭിക്കാതെ, കൃത്യമായ ഉറപ്പുകൾ കിട്ടാതെ തങ്ങൾ വഴങ്ങില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനിടയിൽ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് മറ്റ് തുറമുഖങ്ങളെ കൂടി ലക്ഷ്യം വെക്കും എന്നുള്ളതാണ്. നമുക്കറിയാം അജയ്, നേരത്തെ യുദ്ധം അതിൻ്റെ പാരമ്യത്തിൽ നിന്നപ്പോൾ ഏറ്റവും പ്രധാനമായും നമ്മൾ കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അമേരിക്കയുടെ സഖ്യകക്ഷികളെ ആക്രമിക്കുക, ഗൾഫ് രാജ്യങ്ങൾ UAE-ലടക്കം ഡ്രോണുകൾ പായിക്കുക. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പ് എന്താണ്? സൗദി അറേബ്യയിലെ തുറമുഖവുമായി ബന്ധപ്പെട്ടാണ്. തങ്ങളുടെ ഉപരോധം തുടർന്നാൽ, തങ്ങളുടെ കപ്പലിനെ വിട്ടു നൽകിയില്ലെങ്കിൽ കൂടുതൽ തുറമുഖങ്ങളെ ലക്ഷ്യം വെക്കുമെന്ന് പറയുന്നത് വീണ്ടും ലോകത്ത് തീരാനാവാത്ത വിധമുള്ള പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു സൂചന കൂടിയാണ്.
ഇപ്പോൾ ഇറാൻ പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഈ സൗദിയിലെ യാംബു തുറമുഖം ഉൾപ്പെടെ ഈ യുദ്ധത്തിന് വേദിയാകും എന്നതാണ്. ഇപ്പോൾ ഈ ഹോർമുസ് കടലെടുക്ക് നമുക്കറിയാം. ഇപ്പോൾ അത് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും ഈ യുദ്ധത്തിൻ്റെ ഒരു കൊടുമ്പിരികൾ കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള സംഘർഷങ്ങൾ, അതുപോലെ തന്നെ അവിടെ കപ്പലുകൾക്ക് നേരെയുള്ള വെടിവയ്പ്, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഹോർമുസിന് പുറത്തേക്ക് ഈ യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യത അത് ഏറെക്കുറെ വിരളം തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ. പക്ഷേ ഈ യുദ്ധത്തിൽ ഒരു അമേരിക്കയുടെ കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടായാൽ ഈ ഹോർമുസിന് പുറത്തേക്ക് സംഘർഷങ്ങൾ വ്യാപിക്കും എന്നതാണ് ഇറാന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇതിനു മുൻപേ യുദ്ധം ഏറ്റവും കൂടുതൽ കൊടുമ്പിരി കൊണ്ടുനിന്ന ഘട്ടത്തിൽ പല പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു. എയർപോർട്ടുകൾക്ക് നേരെ, അതുപോലെ തന്നെ മറ്റ് ജനവാസ മേഖലകൾക്ക് നേരെ എല്ലാം ആക്രമണങ്ങൾ നടന്നിരുന്നു. ഇപ്പോഴാണ് പല ഗൾഫ് നാടുകളും അവരുടെ എയർ സ്പേസ് ഒക്കെ തുറക്കുകയും ജനജീവിതം സാധാരണ നിലയിലേക്ക് വരികയും സ്കൂളുകൾ ഉൾപ്പെടെ തുറക്കുകയും എല്ലാം ചെയ്തത്. നേരത്തെ നമുക്കറിയാം ചെറിയ പെരുന്നാളായിട്ട് അവിടെ ഈദ്ഗാഹുകൾ പോലും പലയിടങ്ങളിലും റദ്ദാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇറാനിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ അവിടെയും എയർ സ്പേസുകൾ ഉൾപ്പെടെ ഇപ്പോൾ തുറക്കുന്ന ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 ഘട്ടമായി ഇറാനിലെ എയർ സ്പേസ് ഓപ്പൺ ആക്കും എന്നതാണ് അവിടുത്തെ അധികൃതരും അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ സാഹചര്യങ്ങൾ സാധാരണ നിലയിലേക്ക് വന്ന് പശ്ചിമേഷ്യയിൽ ഒരു സമാധാനം പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോർമുസിൽ മാത്രമാണ് നിലവിൽ ആശങ്ക നിലനിൽക്കുന്നത്. പക്ഷേ അമേരിക്ക നിലവിലുള്ള തരത്തിൽ പ്രകോപനം തുടർന്നാൽ, ട്രംപ് പറയുന്നത് പോലെ ഈ വെടിനിർത്തൽ കാലയളവ് അവസാനിച്ചതിന് ശേഷം ഇറാനിലേക്ക് ആക്രമണം നടത്താൻ മുതിർന്നാൽ പഴയതുപോലെ തങ്ങൾ സാഹചര്യങ്ങളെ കൊണ്ടുപോകും. അത് ലോകത്തിന് മുഴുവൻ ഭീഷണിയാകും, എല്ലാവരുടെയും ഉറക്കം കെടും എന്നതാണ് ഇറാന്റെ ഇപ്പോഴത്തെ മുന്നറിയിപ്പ്. ഇത് തീർച്ചയായും ഇത്തരമൊരു മുന്നറിയിപ്പ് ഇത് പുറത്തുവിട്ടത് അമേരിക്കയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ തന്നെയാണ്. ഇപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ പല ഗൾഫ് നാടുകളുമായിട്ടും ഇറാന്റെ പ്രതിനിധികൾ പിന്നീട് സംസാരിച്ചിരുന്നു. ഈ സംഘർഷങ്ങൾ ഒരു വെടിനിർത്തലിലേക്ക് വന്നതിന് ശേഷം അത് തീർച്ചയായിട്ടും അവരെ അനുനയിപ്പിക്കാൻ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇത്തരം ഒരു ഭീഷണി പുറത്തുവിട്ടത് അത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ഉദ്ദേശിച്ചല്ല, അമേരിക്കയെ ഉദ്ദേശിച്ച് തന്നെയാണ്. അമേരിക്കയ്ക്ക് മേൽ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ആണെങ്കിലും ലോകത്തിൻ്റെ തന്നെ ഒരു സമ്മർദ്ദം അത് അമേരിക്കയ്ക്ക് മേൽ കൂടുതലായിട്ട് ചെലുത്തണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇറാന്റെ നിലവിലെ ഭീഷണികളും വെല്ലുവിളികളുമെന്ന് നമുക്കിവിടെ അനുമാനിക്കാൻ. ടെഹ്റാനിൽ നേരത്തെ അജയ് പറഞ്ഞതുപോലെ ടെഹ്റാനിലും മറ്റും വിമാനത്താവളങ്ങൾ തുറക്കുന്നുണ്ട്. അതിൽ ഇമാം ഖൊമൈനി വിമാനത്താവളം, മെഹ്റാബാദ് വിമാനത്താവളം എന്നിവ ഇറാൻ തുറന്നു. ശനിയാഴ്ച മുതൽ ഉർമിയ, കർമാൻ ഷാ, അബാദാൻ, ഷിറാസ്, കർമാൻ, റാഷ്ത്, ഏസ്ദ്, സഹേദാൻ, ഗോർഗാൻ എന്നീ നഗരങ്ങളിലെ വിമാനത്താവളങ്ങൾ കൂടി തുറന്ന് പ്രവർത്തിക്കാൻ ഇപ്പോൾ ധാരണ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അനുമതി നൽകുമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് സുഗമമാക്കാനുള്ള ശ്രമത്തിലാണ് അവർ. ഇതിനിടയിൽ പാകിസ്ഥാനിൽ കനത്ത സുരക്ഷ US പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഏർപ്പെടുത്തിയിരിക്കുന്നു. പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലുള്ള നൂർഖാൻ വ്യോമസേനാ താവളത്തിൽ 6 US വിമാനങ്ങൾ എത്തിച്ചേർന്നതായി അൽ ജസീർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാർത്താവിനിമയ ഉപകരണങ്ങൾ, വാഹനവ്യൂഹത്തിനുള്ള പിന്തുണ, മറ്റ് അധിക സാമഗ്രികൾ എന്നിവയുമായാണ് ഈ വിമാനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയത്. ഇസ്ലാമാബാദിലേക്കുള്ള പ്രമുഖ VVIP പ്രവേശന കവാടമാണ് ഈ വ്യോമസേന താവളം. എത്തിയ വിമാനങ്ങളിൽ 2 എണ്ണം ഇന്നലെയും ഇന്നും ഒക്കെയായി 48 മണിക്കൂറിനുള്ളിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു. ഉപകരണങ്ങൾ ഇറക്കിയ ശേഷം ഇവ മടങ്ങിപ്പോവുകയും ചെയ്തുവെന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റൊരു നിർണായകമായ വാർത്ത പുറത്തു വരുന്നത് അത് UAE-യുമായി ബന്ധപ്പെട്ടാണ്. UAE-യിൽ വൻ ഭീകര ശൃംഖലയെ തകർത്തു എന്നുള്ള വിവരം അവിടുത്തെ സർക്കാർ പുറത്തുവിടുകയാണ്. ദേശീയ സുരക്ഷയും സ്ഥിരതയും തകർക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന വലിയൊരു സംഘടനയാണ് സ്റ്റേറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് തകർത്തത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആസൂത്രിതമായ ഭീകരാക്രമണങ്ങൾക്കും അട്ടിമറി പ്രവർത്തനങ്ങൾക്കും പദ്ധതിയിട്ട സംഘാംഗങ്ങളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം പുറത്തുവരുന്നു. ഇവരുടെ ചിത്രങ്ങളടക്കം ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഏതാണ്ട് 20ഓളം സംഘാംഗങ്ങളെ UAE അറസ്റ്റ് ചെയ്തു, സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും നിർണായകം വിദേശ ശക്തികൾ, അതായത് ഇറാനുമായി മറ്റു ബന്ധമുണ്ട്. ഇറാനിലെ വിലായത്ത് അൽ ഫലീഫ് പ്രത്യയശാസ്ത്രത്തിൻ്റെ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന സംഘടനകളായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. UAE-യിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ കടന്നു കയറാൻ ഇവർ ശ്രമിക്കുന്നതിൻ്റെ തെളിവുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആഭ്യന്തര സുരക്ഷയ്ക്ക്, രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്ന തീവ്രവാദ ആശയങ്ങൾ ഇവർ പ്രചരിപ്പിച്ചിരുന്നു. അതുമാത്രമല്ല, ചെറുപ്പക്കാരെ അടക്കം ഇവരുടെ സംഘാംഗങ്ങളാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. രഹസ്യയോഗങ്ങൾ, റിക്രൂട്ട്മെൻറ്റുകൾ, കൂടാതെ ഫണ്ട് ശേഖരണവും ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രീതികളായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ കിട്ടുകയും തുടർന്ന് നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലുമാണ് ഈ സംഘാംഗങ്ങളെ അറസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തത്. ഇവർക്ക് രാജ്യം ഏറ്റവും അർഹമായ ശിക്ഷ നൽകുമെന്നും UAE അറിയിച്ചിട്ടുണ്ട്.
UAE പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്ന മറ്റൊരു വിവരമനുസരിച്ച് ഏതാണ്ട് 2800 ഡ്രോണുകൾ ഈ യുദ്ധസമയത്ത് ഫെബ്രുവരി 28 മുതൽ UAE വന്നു എന്നുള്ളതാണ്. അതുകൂടാതെ മിസൈലുകൾ കൂടാതെ നിരവധി ഡ്രോണുകളും വന്ന സാഹചര്യം സർക്കാർ വ്യക്തമാക്കുകയാണ്. 96% ഡ്രോണുകളും മിസൈലുകളും തകർക്കാനായി എന്ന് UAE സർക്കാർ അറിയിക്കുന്നുണ്ട്. നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതിൽ വിജയിച്ചു എന്നും പറയുന്നു. അതുമാത്രമല്ല, രാജ്യം ജാഗ്രതയോടെ ഇതിനെ നേരിട്ടു. എല്ലാ തലങ്ങളിലുമുള്ള ഡിഫൻസുകൾ UAE ഭാഗത്തുനിന്നുണ്ടായി. നാശനഷ്ടങ്ങൾ കാര്യമായി സംഭവിച്ചിട്ടില്ല. ഇത്രയും വലിയ ആക്രമണം നടന്നിട്ടും രാജ്യത്തിൻ്റെ ദൈനംദിന ജീവിതത്തെയോ ബിസിനസ് മേഖലകളെയോ ബാധിച്ചിട്ടില്ല. UAE ആഭ്യന്തര കരുത്തിൻ്റെ അടയാളമായി ഇത് വിലയിരുത്തപ്പെടുന്നു. ലോകരാജ്യങ്ങളുമായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നിരവധി തവണ സംസാരിച്ചു. 100-ലേറെ ഫോൺ കോളുകൾ ചെയ്തു. കൂടാതെ 100-ലധികം കൂടിക്കാഴ്ചകൾ വിദേശകാര്യമന്ത്രി നടത്തി. അങ്ങനെ ലോകരാജ്യങ്ങളുടെ കൂടെ സഹകരണത്തോടെ ആണ് ഈ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ തങ്ങൾക്ക് സാധിച്ചത് എന്നാണ് ഇപ്പോൾ UAE വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ സംഘർഷങ്ങളൊക്കെ ഒതുങ്ങിയ പശ്ചാത്തലത്തിൽ കൂടുതൽ കരുത്തോടെ രാജ്യം മുന്നോട്ട് പോകും എന്നും UAE വ്യക്തമാക്കുന്നു. സൗദി അറേബ്യയിലെത്തി ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഊർജ്ജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ രാജകുമാരനുമായി ഡോവൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഊർജ്ജോൽപ്പന്ന വിതരണ പങ്കാളികളൊന്നാണ് സൗദി അറേബ്യ. ഊർജ്ജരംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിലെ സഹകരണം ശക്തമാക്കുന്നത് ചർച്ചയായി എന്നാണ് സൗദിയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മന്ത്രിമാർ അടക്കമുള്ള ആളുകൾ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അജിത് ഡോവലുമായി സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങൾ, സുരക്ഷിതത്വമടക്കം ഇരുവരും ചർച്ച ചെയ്തു. നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പങ്കാളികളിൽ ഒന്നാണ് സൗദി അറേബ്യ. ഇത് ഈ ഹോർമുസ് പ്രതിസന്ധിയൊക്കെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി S ജയശങ്കർ അടക്കം UAE രാജ്യങ്ങളുമായി സംസാരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അജിത് ഡോവലിന്റെ സന്ദർശനം. അതിൽ സൈനികപരമായ, പ്രതിരോധപരമായ, സുരക്ഷാപരമായ പല കാര്യങ്ങളുമുണ്ട് എന്നും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. പക്ഷെ അതൊന്നും വ്യക്തമാക്കിയിട്ടില്ല. ഡോവലിന്റെ സന്ദർശനം ഏതായാലും സൗദി ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നിരീക്ഷിക്കുന്നത്. പാകിസ്ഥാൻ വലിയ സാമ്പത്തിക തകർച്ചയിലാണ് എന്നുള്ള വിവരങ്ങൾ നേരത്തെ മുതൽ തന്നെ പുറത്തു വന്നിരുന്നു. ഹോർമുസിലെ പ്രതിസന്ധി മൂലം മൂലധന ചോർച്ചയും വിദേശ കരുതൽ ശേഖരത്തിന്റെ ഇടിവുമൊക്കെ പാകിസ്ഥാനെ വല്ലാതെ അലട്ടുന്നുണ്ട്. കടം വാങ്ങിയ $3.5 ബില്യൺ അടിയന്തരമായി തിരികെ നൽകാൻ ഇതിനിടയിൽ UAE പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടത് വലിയ പ്രതിസന്ധി ആ രാജ്യത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. $16 ബില്യൺ കരുതൽ ശേഖരമുള്ള പാകിസ്ഥാനിൽ നിന്ന് $5.7 ബില്യൺ വിദേശ നാണ്യ ചോർച്ച ഈ സമയത്ത് ഉണ്ടായി എന്നുള്ളത് ചെറിയ പ്രശ്നമല്ല. യുദ്ധം പാകിസ്ഥാന് വലിയ തോതിലുള്ള ആശങ്കകൾക്കിടയാക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, പാകിസ്ഥാൻ ഇപ്പോൾ ഇടനിലക്കാരായി വർത്തിക്കുന്നത്, ഈ യുദ്ധം എത്രയും അവസാനിക്കണം എന്ന് ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനാണ്. കാരണം വിദേശ നാണ്യശേഖരം ഇടിയുന്നു, ഹോർമുസിലെ പ്രതിസന്ധി രാജ്യത്തെ വല്ലാതെ കടക്കണിയിലാക്കുന്നു, ഇന്ധന വിലയിൽ വലിയ വർധനവുണ്ടാകുന്നു, ആഭ്യന്തരമായി പല പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ മധ്യസ്ഥ ശ്രമങ്ങളിൽ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഉത്സാഹം കാണിക്കുന്നത് തങ്ങളുടെ രാജ്യത്തിൻ്റെ സ്ഥിതിഗതികൾ കൂടി മാറ്റിയെടുക്കാനാണ് എന്ന വിവരമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.
ടാറ്റ കൺസൾട്ടൻസി സർവീസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന മതപരിവർത്തന ലൈംഗിക പീഡന ആരോപണങ്ങൾ രാജ്യത്തെ ചില്ലറയൊന്നുമല്ല ഞെട്ടിച്ചത്. അത് ഇത്തരം മേഖലകളിൽ കടന്നു കയറുന്നവരുടെ യഥാർത്ഥ ഉദ്ദേശം സംബന്ധിച്ചുള്ള പല സംശയങ്ങളും രാജ്യത്ത് ഉടലെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടക്കുകയാണ്. മഹാരാഷ്ട്ര സർക്കാർ വലിയ തോതിൽ ജാഗ്രതയോടെ ഈ വിഷയത്തെ കാണുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു. നാസിക് യൂണിറ്റിൽ ജോലി ചെയ്തിരുന്ന യുവതി ഇപ്പോൾ പുറത്തുവിട്ട നൽകിയ പരാതിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. യുവതിക്കെതിരെ സഹപ്രവർത്തകർ ഉന്നയിച്ച ലൈംഗിക പീഡന പദപരിവർത്തന ആരോപണങ്ങളുടെ കൂടുതൽ വിവരങ്ങളാണിത്. 2025 ജൂണിൽ അസോസിയേറ്റായി ജോലിയിൽ പ്രവേശിച്ച തന്നെ സഹപ്രവർത്തകർ നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. നവദമ്പതികളായ തന്നെ പ്ലെയർ, സീറോ ഫിഗർ എന്നിങ്ങനെയുള്ള വിളിപ്പേരുകൾ, അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് അപമാനിച്ചു, ഹിന്ദു ദൈവങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചു എന്നും ആരോപണം ഉയരുന്നുണ്ട്. ടീം ലീഡറായ റാസ മെമോൺ തൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അശ്ലീല ചുവയോടെ സംസാരിച്ചു. സാരി ഉടുത്തുവന്ന ദിവസം പരസ്യമായി സാരിത്തുമ്പിൽ പിടിച്ചു വലിച്ചു. ഒപ്പം മറ്റൊരു സഹപ്രവർത്തകനെ ആസിഫ് അൻസാരി ഓഫീസിൽ വെച്ച് ശരീരത്തിൽ സ്പർശിച്ചു. ഇങ്ങനെ നിരവധി ആരോപണങ്ങളാണ് ഈ പരാതിയിലുള്ളത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതിനിടയിൽ പിടിയിലായവരുടെ ജാമ്യം നിഷേധിക്കപ്പെട്ടു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇതിപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത വിധമുള്ള ആരോപണങ്ങൾ, ഇടപെടലുകൾ, ലക്ഷ്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇപ്പോൾ അന്വേഷണ വഴി? ഏതൊക്കെ തലത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്? കൂടുതൽ അറസ്റ്റുകൾ പ്രതീക്ഷിക്കണം? രഞ്ജിത്ത്, NIA ഉൾപ്പെടെ ദേശീയ അന്വേഷണ ഏജൻസികളാണ് ഇതിലിപ്പോൾ പരിശോധന നടത്തുന്നത്. പ്രത്യേക അന്വേഷണ സംഘമുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ രൂപം നൽകിയ സമിതിയുടെ പുരോഗമിക്കുന്നുണ്ട്. ോടുകൂടി തന്നെയാണ് രാജ്യം ഈ സംഭവത്തെ കാണുന്നത്. കാരണം പൊതുസമ്മതിയുള്ള ഒരു സ്ഥാപനം, അങ്ങനെ ഒരു സ്ഥാപനത്തിലാണ് മതപരിവർത്തനവും ലൈംഗിക ചുവയോടുള്ള പെരുമാറ്റവും ഒക്കെ ഉണ്ടായി എന്ന ഒരു ആരോപണം വരുന്നത്, ആക്ഷേപം വരുന്നത് TCS നാസിക്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായി എന്നത് തന്നെ വലിയ ഞെട്ടലോടുകൂടി തന്നെയാണ് ആദ്യം ആളുകൾ കേട്ടത്. കാരണം അപ്രതീക്ഷിതമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഇത്രയും വലിയ ഒരു ബഹുരാഷ്ട്ര കമ്പനിയിൽ, അല്ലെങ്കിൽ രാജ്യത്തിന് അഭിമാനമായ ഒരു കമ്പനിയിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുക അവിശ്വസനീയമായിരുന്നു പലർക്കും ആദ്യം കേൾക്കുമ്പോൾ. പക്ഷേ കാര്യങ്ങൾ ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ ഗൗരവ സ്വഭാവത്തിലേക്ക് വരികയും 9 FIRകളിൽ പരാതിക്കാരിയാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. ഈ ടീമിൽ മുതിർന്ന ആളുകളിൽ നിന്ന് വലിയ അധികം നേരിടേണ്ടി വന്നു. 8 പ്രതികളുള്ളതിൽ 7 പേർ. PV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 8 പ്രതികൾ ഇതിലുണ്ട്. അതിൽ 7 പേരും പിടിയിലായി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവിടുന്നുണ്ട്. ഒരാൾ കൂടി പിടിയിലാവാനുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം മുംബൈയിലടക്കം പോലീസ് നടത്തുന്നുണ്ട്. ഇവർ മറ്റു തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ് വീട്ടുകാർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റു വാർത്തയിലേക്ക്. പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ഉദ്ധരണി സ്വാമി വിവേകാനന്ദന്റെ എന്ന് പ്രസ്താവിച്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പരിഹസിച്ച് തൃണമൂൽ MP മഹുവ മൊയ്ത്ര. ആദിത്യനാഥിനെ ബുൾഡോസർ ബുദ്ധി എന്ന് കളിയാക്കി വിളിച്ച മഹുവ വസ്തുതകൾ ശരിയായി മനസ്സിലാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ബുൾഡോസർ ബുദ്ധി എന്നും മറ്റുമാണ് ഇത്തരത്തിൽ മഹുവ മൊയ്ത്ര ആദിത്യനാഥിനെ കളിയാക്കിയത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഉദ്ധരണിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരത്തിലുള്ള പരാമർശം. താങ്കൾ ബംഗാളിനെ വെറുതെ വിടൂ, താങ്കൾ പറയുന്നതൊക്കെ തമാശയാണ് എന്ന് മറ്റും മഹുവ മൊയ്ത്ര പറയുകയാണ്. TMCയുടെ ഔദ്യോഗിക പേജിൽ യോഗിയുടെ പ്രസംഗത്തിൻ്റെ വീഡിയോയും പങ്കുവച്ചു. ബംഗാളിൻ്റെ ചരിത്രത്തോടുള്ള ഞെട്ടിക്കുന്ന അജ്ഞതയും അവജ്ഞതയും യോഗി വീണ്ടും തുറന്നു കാട്ടി എന്നും മറ്റുമാണ് ഇപ്പോൾ മഹുവ മൊയ്ത്ര ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വീഡിയോ, ഝാൽമുരി വീഡിയോ ഹിറ്റായിരിക്കുകയാണ്. അത് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ പലഹാരക്കടയിൽ നിന്ന് ഝാൽമുരി വാങ്ങി കഴിച്ച മോദിയുടെ വീഡിയോയ്ക്ക് ഇപ്പോൾ ഏതാണ്ട് 10 കോടി വ്യൂസാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയത് എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. ഇതിൽ ഫേസ്ബുക്കിലും സമാനമായി തന്നെ ഈ വീഡിയോ വമ്പൻ ഹിറ്റാണ്. പക്ഷേ മോദിയുടെ സ്ഥിരം വിമർശകയായ മമതാ ബാനർജി, ബംഗാൾ മുഖ്യമന്ത്രി, ഇപ്പോൾ പറയുന്നത് ഇതൊരു നാടകത്തിൻ്റെ ഭാഗമായാണ് ഈ വീഡിയോ പകർത്തൽ എന്നാണ്. ഞായറാഴ്ച വൈകുന്നേരം ഷെയർ ചെയ്ത വീഡിയോയ്ക്ക് വലിയ ഹിറ്റ് സമ്മാനിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മമതാ ബാനർജിയുടെ വിമർശനം. നേരത്തെ തയ്യാറാക്കിയ പരിപാടിയാണിത്. ഇത് ചിത്രീകരിക്കാനും മറ്റുമായി വീഡിയോഗ്രാഫർമാരും മറ്റും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ 10 രൂപ നോട്ട് ഉണ്ടായിരുന്നു. അത് വിശ്വസനീയമാണോ? ഇതൊരു നാടകമാണ്. ക്യാമറകൾ മുൻകൂട്ടി സ്ഥാപിച്ചു. SPG പ്രധാനമന്ത്രിക്ക് സുരക്ഷ നൽകുന്ന പ്രത്യേക സേനയാണ്. ഇവരാണ് ഇതെല്ലാം ഏർപ്പാട് ചെയ്തത്.
സംഭവത്തിൻ്റെ യാദർച്ഛികതയെ ചോദ്യം ചെയ്താണ് മമതയുടെ സംസാരം എന്നാണ്. ഷോപ്പുടമ പണം നിരസിച്ചതായും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നിർബന്ധിച്ചതായും മറ്റും വീഡിയോയിൽ കാണാം. ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമാണ് എന്ന വിമർശനമാണ് മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. തമിഴകത്ത് വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് സമാപനം കുറിക്കുകയാണ്. വൈകിട്ട് 6 മണിക്ക് പരസ്യ പ്രചാരണം അവസാനിക്കും. തുടർ ഭരണത്തിന് DMK-യും ഭരണം പിടിക്കാൻ AIDMK-യും മാറ്റത്തിന് നന്ദി കുറിക്കാൻ TVK-യും അരയും തലയും മുറുക്കി രംഗത്തുണ്ട് എന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ബംഗാളിലും മറ്റന്നാളാണ് തെരഞ്ഞെടുപ്പ്. അവിടെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പാണ്. 3 ഘട്ടങ്ങളിലായാണ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ള വിവരം കൂടി പ്രേക്ഷകർക്കറിയാം. ഏതായാലും നമുക്ക് ആദ്യം തമിഴ്നാട്ടിലെ വിശദാംശങ്ങളിലേക്കൊന്ന് പോകണം. VR കാർത്തിക് ഉണ്ട്. കാർത്തിക്, തമിഴ്നാട്ടിൽ വാശിയേറിയ പോരാട്ടമാണ്. ഒരുപക്ഷെ അവസാന ഘട്ടം വരുമ്പോഴേക്കും എന്താണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ആരാണ് മുന്നിൽ എന്നുള്ള കാര്യത്തിൽ ചില അവ്യക്തതകളുണ്ട്. സർവേകളൊക്കെ DMK-ക്ക് വിജയം സമ്മാനിക്കുന്നു എങ്കിൽ പോലും എന്താണ് മനസ്സിലാക്കേണ്ടത്? വിജയ് ഒരു എക്സ് ഫാക്ടർ ആകാനുള്ള സാധ്യതകളല്ലേ ഉള്ളത്? 2 മാസം മുൻപുള്ള സാഹചര്യമല്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ. തെരഞ്ഞെടുപ്പ് പ്രചരണം ഏതാണ്ട് 1 മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണം അത് നാടിൻ്റെ മുക്കിലും മൂലയിലും ഇറക്കി മറിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു. 2 മാസം മുൻപ് ഒരുപക്ഷെ ഒരു പൊതു വിലയിരുത്തൽ DMK-ക്ക് ഒരു തുടർഭരണം ലഭിച്ചേക്കും എന്ന തരത്തിലായിരുന്നു. പക്ഷേ ഈ 1 മാസം നീണ്ട പ്രചരണത്തിനൊടുവിൽ ഇപ്പോൾ AIDMK-ക്കും അതോടൊപ്പം തന്നെ TVK-ക്കുമൊക്കെ വലിയ ആത്മവിശ്വാസം നൽകുന്ന തരത്തിലാണ് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യം. എന്തായാലും 1 മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. വൈകിട്ട് 6 മണി വരെയാണ് പരസ്യ പ്രചരണത്തിനുള്ള സമയപരിധി. നാളെ നിശബ്ദ പ്രചരണം, അതിനുശേഷം മറ്റന്നാൾ തമിഴ്നാട് തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിൽ എത്തുകയും ചെയ്യും. എന്തായാലും 4023 സ്ഥാനാർത്ഥികൾ, ആകെ 234 മണ്ഡലങ്ങൾ, വലിയ തോതിലുള്ള ശക്തമായ പോരാണ് ഇക്കുറി തമിഴ്നാട്ടിൽ എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ദശാബ്ദങ്ങളായി നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടുവരുന്നത് DMK-യും AIDMK-യും നേർക്കുനേർ ഉള്ള പോരാട്ടമാണ് എങ്കിൽ ഇക്കുറി അതൊരു ത്രികോണ പോരാട്ടമായി വഴിമാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തുടർ ഭരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് DMK-യുടെ പ്രചരണം. അതിൽ ഏറ്റവും പ്രധാനം സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരായ സംസ്ഥാന സർക്കാരിൻ്റെ പോരാട്ടങ്ങൾ, അതുമുതൽ ഭാഷാവിവാദം, നീറ്റ് പരീക്ഷ, അങ്ങനെ വിഷയങ്ങൾ ഓരോ ഘട്ടത്തിലും ഒന്നൊന്നായി മാറിമറിഞ്ഞു. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഫൈനൽ ലാപ്പിലേക്ക് എത്തുമ്പോൾ വനിതാ സംവരണം അടക്കമുള്ള വിഷയങ്ങളിൽ ഊന്നിയാണ് DMK-യും AIDMK-യും അതോടൊപ്പം തന്നെ BJP-യും ഒക്കെ നേർക്കുനേർ വാക്പോരിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രമുഖരായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് തമിഴ്നാട്ടിൽ സജീവമായത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ മറുവശത്തും. എന്തായാലും ദേശീയ നേതാക്കളടക്കം ഇളക്കി മറിച്ച അവസാന ലാപ്പിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ പാരമ്യത്തിലേക്ക് കടക്കുന്ന മണിക്കൂറുകളാണ് ഇനി. വൈകിട്ട് 6 മണി വരെയാണ് പരസ്യപ്രചരണം. ഈ പരസ്യപ്രചരണം അവസാനിക്കുന്നതോടെ മണ്ഡലങ്ങളിൽ നിന്ന് പുറത്തുനിന്നുള്ളവർ പോകണം എന്നതടക്കം കർശന നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട്. എന്തായാലും വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് തമിഴകത്ത് ഇക്കുറി എന്ന് തന്നെ പറയണം. TVK എന്ത് മാറ്റം തമിഴ്നാട്ടിൽ കൊണ്ടുവരും എന്നതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ ആകാംക്ഷയാണ് ഇത്തവണ തമിഴ്നാട് തെരഞ്ഞെടുപ്പിനെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. വിജയ് എത്രത്തോളം വോട്ടുകൾ പിടിക്കും? നേരത്തെ സർവേ റിപ്പോർട്ടുകൾ പലതും പുറത്തു വന്നിരുന്നു. 8 മുതൽ 15% വരെ വോട്ടുകൾ പുതുതായി രൂപീകരിച്ച തമിഴക വെട്രി കഴകം പിടിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ സർക്കാർ വിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോകുമോ? AIDMK-യുടെ സർക്കാർ വിരുദ്ധ ക്യാമ്പയിൻ എത്രത്തോളം ഫലം കാണും? എടപ്പാടി പളനിസ്വാമിക്ക് ജയലളിതയ്ക്ക് ശേഷം AIDMK-യെ പ്രതാപകാലത്തേക്ക് തിരിച്ചു പോകാൻ കഴിയുമോ? അത്തരത്തിൽ പല ഘടകങ്ങൾ കൊണ്ടും ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. എന്തായാലും പരസ്യപ്രചരണം അതിൻ്റെ ഫൈനൽ മണിക്കൂറുകളിലേക്ക് കടക്കുന്നു. ആവേശം അലതല്ലുകയാണ് തമിഴ്നാട്ടിൽ. ചെന്നൈയിലാണ് ഇന്ന് സ്റ്റാലിൻ്റെ പ്രചരണം, മറ്റുള്ളവർ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണം. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കം രംഗത്തിറക്കിക്കൊണ്ടാണ് NDA ക്യാമ്പിൻ്റെ പ്രചരണം. ഇന്നലെ ചന്ദ്രബാബു നായിഡു പല പൊതു സമ്മേളനങ്ങളിൽ സംസാരിച്ചു. ഇന്നും അദ്ദേഹം തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാണ്. എതിർപക്ഷത്താവട്ടെ അരവിന്ദ് കെജ്രിവാളിനെ അടക്കം ഇറക്കിയാണ് ഈ പ്രചരണത്തെ നേരിടുന്നതും. എന്തായാലും വീറും വാശിയും നിറഞ്ഞ 1 മാസം നീണ്ട പരസ്യപ്രചരണത്തിന് തമിഴ്നാട്ടിൽ ഇന്ന് സമാപനമാകും. വൈകിട്ട് 6 മണി വരെയാണ് പരസ്യപ്രചരണം ഉള്ളത്. കാർത്തിക്, നമുക്ക് ബംഗാളിലേക്കൊന്ന് പോകണം. അവിടെയും സമാനമായ സ്ഥിതിയാണ്. രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ്. BJP അധികാരം പിടിക്കുമോ എന്നുള്ള ചർച്ചകളുണ്ട്. ദീദിയുടെ യുഗം തീരുമോ എന്നുള്ള ചർച്ചകളുണ്ട്. ഏതായാലും ബംഗാളിലും വാശിയേറിയ തെരഞ്ഞെടുപ്പാണ്. നിരവധി പ്രത്യാരോപണങ്ങൾ കടന്നു വരുന്നു. നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ പൂർണ്ണമായും ശ്രദ്ധ ചെലുത്തുന്ന സ്ഥലം. ദീദിയാകട്ടെ അധികാരം നിലനിർത്താൻ വലിയ ശ്രമങ്ങൾ നടത്തുന്ന ഒരു സ്ഥലം. എന്ത് മനസ്സിലാക്കണം ഈ അവസാന ലാപ്പിൽ?
ബംഗാളിലും അത്യന്തം വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് ഇക്കുറി. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനമായ തെരഞ്ഞെടുപ്പ് ഫലം ബംഗാളിലെ തന്നെയാണ്. തൃണമൂൽ കോൺഗ്രസും BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി 2 ഘട്ടമായാണ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ടമാണ് മറ്റന്നാൾ നടക്കുന്നത്. 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് ഈ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഏതാണ്ട് BJPയും തൃണമൂൽ കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുന്ന മണ്ഡലങ്ങളാണ് ഇതിൽ ഭൂരിഭാഗവും എന്നാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 77 സീറ്റ് നേടിയിരുന്നു. ആ 77 സീറ്റിൽ 59 സീറ്റുകളും ഈ ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിലാണ് ഉള്ളത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് 215 സീറ്റുകളാണ് നേടിയത്. അതിൽ 92 സീറ്റുകൾ വിജയിച്ച 92 സീറ്റുകളും ഈ ആദ്യഘട്ടത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഈ ആദ്യഘട്ടത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് അവർ എന്ത് വിധി നിർണ്ണയിക്കുന്നു എന്നത് ഈ ആദ്യഘട്ടത്തിൽ ഏറെ പ്രധാനമാണ്. അവരുടെ വോട്ടുകൾ ഭൂരിഭാഗവും പോൾ ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമാണ് ആദ്യഘട്ടം. അതോടൊപ്പം തന്നെ തോട്ടം മേഖലയിലെ തൊഴിലാളികൾ, ന്യൂനപക്ഷ സ്വാധീന പ്രദേശങ്ങൾ, അതോടൊപ്പം തന്നെ നഗരപ്രദേശങ്ങൾ, അങ്ങനെ പല ഘടകങ്ങൾ കൊണ്ടും ആദ്യഘട്ടം വ്യത്യസ്തമാണ്. മാത്രമല്ല സുവേന്ദു അധികാരി നന്ദിഗ്രാമിൽ ജനവിധി തേടുന്നു. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടമാണ്. ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ് ഈ ഒന്നാം ഘട്ടത്തിൽ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും മുർഷിദാബാദ്, ഈസ്റ്റ് മിഡ്നാപൂർ, വെസ്റ്റ് മിഡ്നാപൂർ, ചാർഗ്രാം, പുരുളിയ, അതോടൊപ്പം തന്നെ ബംഗുര, വെസ്റ്റ് ബർദമാൻ, ബീർഭൂം അടക്കമുള്ള ജില്ലകളിലെ മുഴുവൻ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടമാണ് എന്നതാണ് പ്രത്യേകത. അങ്ങനെ 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങളിൽ ആദ്യഘട്ടം. രണ്ടാം ഘട്ടം ഏപ്രിൽ 29-നാണ്. 142 മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക. എന്തായാലും SIR മുതൽ വനിതാ സംവരണം വരെയുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ വങ്കനാട്ടിൽ വിധി എന്താകും എന്നാണ് രാഷ്ട്രീയ ആകാംക്ഷ. പരസ്യപ്രചരണം ഇന്ന് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം ബംഗാളിലും ഇന്ന് അവസാനിക്കുകയാണ്. VR കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാൻ പലതരത്തിലുള്ള വഴികൾ ആളുകൾ സ്വീകരിക്കാറുണ്ട്. ഇത്തരത്തിലൊരു വഴി സ്വീകരിച്ചിരിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു വ്ളോഗർ. മറ്റൊന്നുമല്ല, വാടകയ്ക്കെടുത്ത റോൾസ് റോയ്സിൽ ചായ വിറ്റ് വൈറലായിരിക്കുകയാണ് ഡീലക്സ് ഭയ്യാജി എന്നറിയപ്പെടുന്ന സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർ. അതായത് ഇയാൾ റോൾസ് റോയ്സ് വാടകയ്ക്കെടുക്കുന്നു. ആഡംബര കാറിൽ എത്ര രൂപ, ചായ വീട്ടിൽ എത്ര രൂപ വരുമാനം കിട്ടും എന്നറിയാൻ വേണ്ടിയായിരുന്നു ഇയാളുടെ പരിപാടി. ഇതിനായി 1 ലക്ഷം രൂപ നൽകി ഒരു റോൾസ് റോയ്സ് കാറ് വാടകയ്ക്കെടുത്തു. എന്നിട്ട് വഴിയരികിൽ നടന്ന് ചായ വിറ്റു. കിട്ടിയ വരുമാനമാകട്ടെ 87,000 രൂപ എന്നാണ് ഇയാൾ നൽകിയ ഒരു കണക്ക്. 300 രൂപയ്ക്കാണ് ഒരു ചായ വിറ്റത്. റോൾസ് റോയ്സിൽ ചായ കുടിക്കാൻ ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് വരികയും മറ്റും ചെയ്തു. കാരണം റോൾസ് റോയ്സിലൊന്ന് കയറുക എന്നുള്ളത് ആളുകളുടെയൊക്കെ ഒരു അഭിലാഷമാണല്ലോ. വേണമെങ്കിൽ അതായത് ചായ കുടിക്കണമെങ്കിൽ 1000 രൂപ വേറെയും, അതായത് റോൾസ് റോയ്സിൽ ഇരുന്ന് നാട് ചുറ്റി ചായ കുടിക്കണമെങ്കിൽ 1000 രൂപ നൽകണം, അല്ലെങ്കിൽ 300 രൂപയ്ക്ക് ചായ കുടിച്ച് പോകാം. കുങ്കുമപ്പൂ ഒക്കെ ഇട്ട് തയ്യാറാക്കിയ ചായ ആയിരുന്നു. അതിൻ്റെ കൂടെ ബിസ്ക്കറ്റ് ഇയാൾ കൊടുത്തിരുന്നത്. പക്ഷേ വ്യത്യസ്തമായ ഈ ആശയത്തിൽ ആകൃഷ്ടരായ നിരവധി ആളുകളെത്തി. പക്ഷേ ഇയാൾ അവസാനം ഒന്ന് കണക്ക് കൂട്ടിയപ്പോൾ ഏതാണ്ട് 1,80,000 രൂപയാണ് ഇയാൾക്ക് ചിലവ് വന്നത്. പക്ഷേ വരവായി കിട്ടിയത് 88,400 രൂപ, ഏതാണ്ട് 20,000 രൂപയ്ക്കടുത്ത് നഷ്ടമായിരുന്നു. ഏതായാലും ഇയാൾക്ക് നഷ്ടക്കച്ചവടമായിരുന്നു എങ്കിൽ പോലും തൻ്റെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇത് വലിയ വൈറലാക്കാൻ സാധിക്കുകയും തനിക്ക് കുറച്ചുകൂടി സ്വീകാര്യത കിട്ടുകയും ചെയ്തു എന്നാണ് ഇയാളുടെ വിലയിരുത്തൽ. ഇത്തരം ഒരുപാട് വിചിത്രമായ സംഗതികൾ ചെയ്ത് നേരത്തെ പ്രശംസ പറ്റിയ അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ നേടിയ 2 തരത്തിലും ഒരാൾ കൂടിയാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരും.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇതുമായി ബന്ധപ്പെട്ട് വിവാദം കൂടി സംഭവിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് കുടുംബസമേതമായ ദർശനം. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറും ഈ സമയം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. അതേസമയം ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകരോട് ദേവസ്വം ജീവനക്കാർ മോശമായി പെരുമാറി എന്നുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. ചുറ്റുമുണ്ടായ നിരവധി ആളുകളും ഇത് പിണറായിയുടെ മകനാണ് എന്നറിഞ്ഞപ്പോൾ മൊബൈലിലും മറ്റും ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. പക്ഷേ ഇതും ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. സാധാരണ ദേവസ്വം ബോർഡ് പ്രവർത്തകർ ഇത്തരം VIP-കളൊക്കെ ദർശനം നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകരെ അറിയിക്കാറുണ്ട്. വിവേക് കിരണിന്റെ വരവ് ആരെയും അറിയിച്ചിരുന്നില്ല. എന്നാൽ ആ സമയം ക്ഷേത്രത്തിലെത്തിയ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ ആ ദൃശ്യങ്ങൾ പകർത്തുകയും മറ്റുമായിരുന്നു. ദേവസ്വം കാവൽക്കാർ ഈ മാധ്യമ പ്രവർത്തകനെ പിടിച്ചു തള്ളി എന്നും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തി എന്നുമാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, ഇതിപ്പോൾ സന്ദർശനം എന്നതിനപ്പുറത്ത് വിവാദമായി മാറിയിരിക്കുകയാണ്. സംഭവിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു എന്ന രീതിയിലാണ്. ഇത്ര രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ടായിരുന്നോ ആ ദർശനം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് വിരലിച്ചുകൊണ്ടിരുന്നത്. എന്തിനാണ് ഇത്ര വലിയ രഹസ്യ സ്വഭാവം ഈ ഒരു ദർശനത്തിനെത്തിയ ഒരു സാഹചര്യത്തിൽ അതിനെ അത്രയും രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടുന്ന സാഹചര്യം എന്താണ് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത്. പ്രത്യേകിച്ചും ഈ വിവേക് കിരൺ ഇവിടെ എത്തുന്നു, ഗുരുവായൂർ എത്തുന്നു. അതൊരു VIP സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാധ്യമപ്രവർത്തകരെ അത്തരം കാര്യങ്ങൾ അറിയിക്കാറുമുള്ളതാണ് ദേവസ്വം. പക്ഷേ ഇത് വളരെ രഹസ്യമായി സൂക്ഷിക്കുന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിനകത്ത് വെച്ച് ഒരു പ്രാദേശിക മാധ്യമപ്രവർത്തകൻ രാജു, അദ്ദേഹമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ആ ദൃശ്യങ്ങൾ പകർത്തുന്ന സാഹചര്യത്തിൽ ദേവസ്വം ജീവനക്കാർ തന്നെ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയി. ദേവസ്വത്തിലെ ജീവനക്കാരാണ് രാജുവിനെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയതും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ഈ മറ്റു ചില മാധ്യമപ്രവർത്തകർ, അതായത് മറ്റു ചില ലോക്കൽ മാധ്യമപ്രവർത്തകരും അവിടെ എത്തിയിരുന്നു. ഈ പ്രാദേശിക മാധ്യമപ്രവർത്തകരോടും ഇത് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല, പിണറായി വിജയൻ്റെ മകനാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകനാണ് ദർശനത്തിന് എത്തിയത് എന്നറിഞ്ഞ് അവിടെ ക്ഷേത്ര ദർശനത്തിനെത്തിയ മറ്റു ചില ആളുകളും ദൃശ്യങ്ങൾ പകർത്തുകയുണ്ടായി. അവരോടൊക്കെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യം, ഈ ദേവസ്വം ജീവനക്കാർ നടന്ന് ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. എന്തുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സമുന്നത നേതാവിൻ്റെ മകന് ക്ഷേത്രത്തിൽ പോയിക്കൂടെ എന്നുള്ള ചോദ്യം ബാക്കിയാകാം. അതല്ലെങ്കിൽ അത് മകൻ്റെ പൊളിറ്റിക്സ് അത് തന്നെ ആവണമെന്ന് നിർബന്ധമുണ്ടോ? അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാവിന് തന്നെ ക്ഷേത്രത്തിൽ പോയിക്കൂടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അങ്ങേയറ്റം സംവാദത്തിന് ഇടയാക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ വിവേക് കിരൺ എന്ന് പറയുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഈ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കുമ്പോൾ പോലും എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയധികം രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും ദൃശ്യങ്ങൾ പകർത്താൻ ചെന്ന ആളുകളെ കയ്യേറ്റം ചെയ്യുകയും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പോയത് എന്നുള്ളതാണ് ബാക്കിയാകുന്ന ചോദ്യം. പ്രാദേശിക മാധ്യമ പ്രവർത്തകന് മർദ്ദനമേറ്റു എന്നാണ് ഇപ്പോൾ വരുന്ന പരാതി. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇത്ര രഹസ്യാത്മക സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഗുരുവായൂർ ക്ഷേത്ര ദർശനമായിരുന്നു. എന്തായാലും ഈ വിഷയം പാർട്ടി പ്രവർത്തകർക്കിടയിലും ചർച്ചയായിട്ടുണ്ട്. 2020 ക്രിക്കറ്റിൽ 30 മുതൽ 35 പേർ വരെ അടങ്ങുന്ന സംഘത്തെ തെരഞ്ഞെടുക്കാൻ BCCI പദ്ധതിയിടുന്നതായി പുതിയ റിപ്പോർട്ട്. ഈ സംഘത്തെ 2 ടീമുകളായി തരംതിരിച്ച് കളിപ്പിക്കാനാണ് നീക്കം. ഒരേ സമയം ഒന്നിലധികം മത്സരങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തീരുമാനം. ഏഷ്യൻ ഗെയിംസിനും 2020 പരമ്പരകൾ എന്നിങ്ങനെ T20 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഒട്ടേറെ മത്സരങ്ങൾ ഈ വർഷമുണ്ട്. പുതിയ താരങ്ങൾക്ക് അവസരം ലഭിക്കുക എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു ഉദ്ദേശ്യമാണ്. കൗമാരതാരം വൈഭവ് സൂര്യവംശി അടക്കം നിരവധി താരങ്ങൾ ഇന്ത്യൻ സീനിയർ ടീമിലേക്കുള്ള വിളിയും കാത്തിരിപ്പാണ്. അവർക്കൊക്കെ അവസരം നൽകും. അതായത് ഇപ്പോൾ IPL മികച്ച പ്രകടനം നടത്തുന്ന ആളുകൾക്കെല്ലാം പുതിയ ടീമുകളിൽ 35 വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രതിഭകളുടെ വലിയൊരു ധാരാളിത്തമുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ. IPL ഒക്കെ ആരംഭിച്ചതിന് ശേഷം ഒരുപാട് ആളുകൾ തങ്ങളുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ടാണ് 2 ടീം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പ്രതിഭകളുടെ ധാരാളിത്തം, അവർക്കൊക്കെ അവസരങ്ങൾ കൊടുക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് പേരുകൾ വരുന്നുണ്ട്. വൈഭവ് സൂര്യവംശി, യശസ്വി ജയ്സ്വാൾ, പ്രിയാൻഷ് ആര്യ, അങ്കിർ രഘുവംശി, ഇവരൊക്കെ വലിയ ഫോമിലാണ്. രജത് പട്ടിദാർ, ആയുഷ് ബദാനി എന്നിവരും സെലക്ടർമാർ റഡാറിലുണ്ട്. ഓൾറൗണ്ടർ സ്ഥാനത്തേക്ക് ശശാങ്ക് സിംഗ് ഉണ്ട്, അനുകുൽ റോയ് തുടങ്ങിയ കളിക്കാരുണ്ട്. ബൗളിംഗ് വിഭാഗത്തിൽ നിരവധി ആളുകളുണ്ട്. സ്പിന്നർ രവി ബിഷ്ണോയ്, ഖലീൽ അഹമ്മദ്, പ്രസിദ്ധ് കൃഷ്ണ, അശോക് വർമ്മ, കാർത്തിക് ത്യാഗി, കീപ്പറായി ധ്രുവ് ജുറേൽ മികച്ച ഓപ്ഷനാണ്. അങ്ങനെ
ഒരുപാട് ആളുകളുടെ പേരുകൾ വരുന്നു. ഒപ്പം ശ്രേയസ് അയ്യരെ പുതിയ ക്യാപ്റ്റനായി ഇന്ത്യൻ ടീം പരിഗണിക്കുന്നതായും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തമിഴ്നാട്ടിൽ അങ്ങനെ തെരഞ്ഞെടുപ്പ് പോരാട്ടം കടുക്കുമ്പോൾ സത്യരാജ്, തമിഴ് സിനിമയിലെ വെറ്ററൻ താരം സത്യരാജ് വലിയ തോതിൽ വിജയിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. നേരത്തെ വിജയ് സ്റ്റാലിൻ അങ്കിൾ എന്ന് വിളിച്ചതിനെയാണ് സത്യരാജ് വിമർശിച്ചിരിക്കുന്നത്. അജിത്തിന്റെ ജനപ്രീതി ഉയർത്തിക്കാട്ടി സത്യരാജ് നടത്തിയ കാര്യം അജിത്ത് വന്നാലും ഇത്രയധികം ആളുകൾ ഈ തമിഴ്നാട്ടിലും മറ്റും കൂടും എന്നാണ്. ഒരു രാഷ്ട്രീയ യോഗത്തിനിടയിലാണ് വിജയ് അങ്കിൾ സ്റ്റാലിൻ എന്ന് സ്റ്റാലിനെ അഭിസംബോധന ചെയ്തത്. അതാണ് സത്യരാജിനെ പ്രകോപിപ്പിക്കുകയും മറ്റും ചെയ്തത്. മുഖ്യമന്ത്രിയോട് കാണിക്കേണ്ട രാഷ്ട്രീയ മര്യാദ വിജയ് ലംഘിച്ചുവെന്നാണ് കടുത്ത DMK അനുഭാവിയായ സത്യരാജിന്റെ പക്ഷം. ഒരു മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. അത് ജയലളിത മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അവരെ ഇങ്ങനെ ആൻറ്റി എന്ന് വിളിച്ചിരുന്നെങ്കിൽ വിജയെ അവർ കൊത്തുപൊറോട്ട പോലെ പിച്ച് ചിന്തുമായിരുന്നുവെന്നാണ് സത്യരാജിന്റെ പരിഹാസം. വിജയുടെ റാലികളെ, ജനക്കൂട്ടങ്ങളെക്കുറിച്ചുള്ള വീരവാദങ്ങൾക്കാണ്. ഇതിപ്പോൾ അജിത്ത് റാലി നടത്തിയാലും ഇത്തരത്തിൽ ആളുകൾ കൂടും എന്ന് കടുത്ത DMK അല്ലെങ്കിൽ സ്റ്റാലിൻ ഫാനായ സത്യരാജിന്റെ വിമർശനം. പത്തനംതിട്ട ജില്ലാ റൈഫിൾ ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് സ്കൂബ ഡൈവിംഗ് പരിശീലനം ആരംഭിച്ചു. പത്തനംതിട്ട ആറന്മുളയിലാണ് പരിശീലനം. നെപ്റ്റ്യൂൺ അഡ്വഞ്ചർ പരിശീലന കേന്ദ്രത്തിലെ വിദഗ്ധരായ പരിശീലകരാണ് നീന്തൽ പരിശീലിപ്പിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നാണ് നീന്തൽ ഉൾപ്പെടെയുള്ള പരിശീലനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സാറേ, ഈ അന്താരാഷ്ട്ര പരിശീലനമാണ് നീന്തൽ പരിശീലനം, ഈ സ്കൂബ ഡൈവിംഗ് അടക്കമുള്ള കാര്യങ്ങൾ. നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്യാമ്പിൽ ഒരു 8ഓളം ആക്ടിവിറ്റികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സ്കൂബ ഡൈവിംഗ് ഒന്നാണ്, ഫ്ലൈ ബോർഡ്, സ്റ്റാൻഡപ്പ് പെഡല്, പിന്നെ കയാക്കിംഗ്, പിന്നെ ബേസിക്കലി സ്വിമ്മിങ്. അപ്പോൾ സ്വിമ്മിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളരെ പ്രൊമനൻ്റ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് മോഡലാണ്. ഞങ്ങളുടെ സ്വിമ്മിങ് പ്രോഗ്രാം ഇപ്പോൾ SSI സ്കൂബ സ്കൂൾ ഇൻ്റർനാഷണലിൻ്റെ സ്വിമ്മിങ് പ്രോഗ്രാമാണ് ഞങ്ങളിവിടെ ഡെലിവറി ചെയ്യുന്നത്. SSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 120 രാജ്യങ്ങൾക്ക് മുകളിൽ ബ്രാഞ്ചുകളുള്ള, ജർമ്മനിയിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ISO 9001 2008 ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന ഒരു സിസ്റ്റമാണ്. ഒരു സ്വിമ്മിങ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ SSIയുടെ 2 സ്വിമ്മിങ് ഇൻസ്ട്രക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അതിലൊന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, എത്ര കുട്ടികൾക്കാണ് ഇപ്പോൾ ടീമിൽ എടുത്തിരിക്കുന്നത് 20 കുട്ടികളാണ്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ 2 ഇൻസ്ട്രക്ടേഴ്സും 4 അസിസ്റ്റൻറ്റുമാരുമുണ്ട്. അപ്പോൾ അത് വളരെ സേഫായിട്ട് ആ സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തു. കാരണം ഇതെല്ലാം നമുക്ക് ക്ലാസ് റെസ്ട്രിക്ഷൻ ഉണ്ട്. നമുക്ക് ആ റേഷ്യോ ഒന്നും നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല. അതെ, കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യം കൂടി ഉണ്ട്. അതെ, അഡ്വഞ്ചർ സ്പോർട്സ് എന്ന് പറയുന്നത് അത് ഒരു റിക്രിയേഷൻ മാത്രമല്ല, അതൊരു ഡേ ടു ഡേ ലൈഫിന് വേണ്ടി ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ ഒരു അപ്രോച്ചിലാണ് ഞങ്ങളിതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഈ ജില്ലാ ഡിസ്ട്രിക്ട് റൈഫിൾ ക്ലബിൻ്റെ തരത്തിലാണ് ഇങ്ങനെ ഒരു ആശയം വന്നിട്ടുള്ളത്. അത്തരം ഒരു ആശയം വരാൻ കാരണം ഇത്രയും ഒരു പാറമടയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതാണ്. അത് തന്നെ ഇത് പ്രയോജനപ്പെടുത്തണം. ഞാൻ കുട്ടികൾക്കുള്ള ധൈര്യം കൊടുക്കുകയും അവർക്ക് ഇഷ്ടംപോലെ കുട്ടികളുണ്ട് ഇവിടെ. റൈഫിളിലുള്ള പരിശീലനത്തിനപ്പുറത്തേക്ക് റൈഫിളിന്റെ പരിശീലനം നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ 7 ദിവസത്തെ കഴിഞ്ഞു. അടുത്ത 1-ാം തീയതി മുതൽ വീണ്ടും 7 ദിവസത്തെ ഇതുണ്ട്, പരിശീലനമുണ്ട്. അതിനെല്ലാം കുട്ടികൾ വളരെയേറെ ഉണ്ട്. തന്നെ കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്. വൈകിട്ടത്തെ ബാച്ചിൽ പ്രായമുള്ളവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ ഒരു ആശയം വന്നത് ഈ ഒരു കാര്യം കൊണ്ടല്ലേ? അതെ അതെ. DSP ആയിരുന്നു സാർ, റിട്ടയർഡായി. റൈഫിൾ ക്ലബിൽ അംഗമാണ്, അവിടെയും പരിശീലിക്കുന്നു. ഒപ്പം ഇപ്പം ഈ പരിശീലനത്തിൽ നീന്തൽ പരിശീലനം ഉണ്ട്. എന്ത് തോന്നുന്നു? ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി കമാൻഡന്റായിട്ട് പെൻഷനായതാണ്. പെൻഷനായി കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു പാഷൻ വെച്ചാണ് ഞാനിപ്പോൾ ഈ റൈഫിൾ ക്ലബിൽ മെമ്പറാകുന്നത്. മെമ്പറായി കഴിഞ്ഞാൽ എനിക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, എനിക്കിത് ഇവിടെ ഞാൻ ട്രെയിനിങ് കിട്ടി, എനിക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവ് എന്നെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നാഷണൽ ഇന്റർനാഷണൽ ലെവൽ വരെ പോകാൻ പറ്റും. കാരണം ഞാൻ വെറ്ററനാണ്, 60 വയസ്സിന് മേളിലുള്ള ആളാണ്. അപ്പോൾ എനിക്ക് അതിൽ കൂടുതൽ ആ രീതിയിൽ ശോഭിച്ചു പോകാൻ പറ്റും. ആ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ചേർന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ വാട്ടർ സ്പോർട്സ് കൂടെ ചെയ്തിരിക്കുന്നത്, അഡ്വഞ്ചർ സ്പോർട്സ് കൂടെ കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ, ഇവിടെ വരുന്ന ആൾക്കാരെയും ഏതെല്ലാം ലെവലിൽ അവരെ ഉന്നത ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ മാർഗ്ഗനിർദ്ദേശം കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കോച്ച് എന്നൊക്കെ ഇന്റർനാഷണൽ കോച്ചാണ് റൈഫിളിന്റെ ഇതിന്റെ വാട്ടർ സ്പോർട്സിന്റെ പഠിക്കുന്നത്. അതുപോലെ തന്നെ റൈഫിൾ ക്ലബിന്റെ കോച്ച് എന്ന് പറഞ്ഞാൽ 5 നാഷണൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്ത്യൻ ടീമിൽ പ്രവേശിക്കാൻ പോകുന്ന ആൾക്കാരാണ്. അവരൊക്കെ നമുക്ക് കോച്ചിങ് തരുമ്പോൾ ഞങ്ങൾക്ക് പോലീസിൽ നിന്ന് കിട്ടിയതിനെക്കാട്ട് കൂടുതൽ അവർക്ക് ഒരു കോൺഫിഡൻസ് ആണ് എനിക്കിപ്പോൾ ഫയർ ചെയ്യാനുള്ളത്. വളരെയേറെ ആത്മവിശ്വാസം എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഹാപ്പിയാണ്. ഐ എം വെരി ഹാപ്പി.
എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പരിശീലനം തന്നെയാണ് തുടങ്ങുന്നത്. അത് വലിയൊരു പ്രാരംഭഘട്ടം എന്ന നിലയ്ക്കാണ് ആദ്യഘട്ടം തുടങ്ങുന്നത്. വരും മാസങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലേക്ക് കുട്ടികളെ ഇത്തരത്തിൽ നീന്തൽ പരിശീലനത്തിലൂടെ മുഖ്യധാരയിൽ, അതായത് പ്രധാനമായും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർ തരണം ചെയ്യാൻ കഴിയാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ആറന്മുളയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.